പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. വലിയ സന്തോഷം ഇൻ ദ സെൻസ് ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പരാതി പറയാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഞാൻ ആക്സിഡന്റലി എത്തിപ്പെട്ടൊരു മേഖലയാണല്ലോ. ഞാൻ ഇപ്പോൾ അനശ്വരയൊക്കെ ജനിച്ച 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമാ നടിയാണെന്ന് ആഗ്രഹിച്ച കുട്ടിയാണെന്ന് ഇപ്പൊ പറയുകയുണ്ടായി. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഞാനിങ്ങനെ കേട്ടത്. ഞാനങ്ങനെ അല്ലാത്തത് കൊണ്ട് ഒരു ആക്സിഡന്റലി വന്ന് പെട്ടൊരു മേഖലയിൽ സക്സസ് കണ്ടെത്താനും ഇത്രയും വർഷങ്ങൾ പ്രവർത്തിക്കാനും സാധിച്ചു എന്ന് പറയുന്നതിൽ പ്രേക്ഷകരോടും ദൈവത്തോടും ഒക്കെ നന്ദി പറയുന്നു. അത് കുമാര തള്ളല്ല, സത്യമായിട്ടും അരമണിക്കൂർ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എങ്ങനെ പറഞ്ഞു? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. രാജുവേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്താണെന്ന് പറയുന്നത് ഒരു 60s പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ പ്രഡിക്ട് ചെയ്യാൻ പറ്റും? തുടക്കത്തിൽ തന്നെ നാളെ രാവിലത്തെ പൃഥ്വിരാജ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. അല്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കരിയർ ഒക്കെ ഞാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് വീണ്ടും ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ എത്തി നിൽക്കുന്നൊരു ചുറ്റുപാടുണ്ടല്ലോ. അപ്പൊ ഇവിടെ തന്നെ ഇനി നിലനിന്ന് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പൊ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം സെറ്റിൽ വന്നത് ഞാൻ ഇല്ല പറഞ്ഞില്ലേ? ഇല്ല, സെറ്റിൽ വന്നിട്ട് ജഗദീഷ് ചേട്ടൻ വന്നിട്ട് എന്തോ നല്ലത് പറഞ്ഞു. അപ്പൊ ഇവളാ എന്നും പറയാൻ പോയ മനുഷ്യനാണ്. ഒന്നും പോരാ. അതെ അതെ അതെ. ബേസിൽ ജോസഫ് രാട്ടുന്തോലിട്ട ചെന്നായാണ് മലയാള സിനിമ പ്രേക്ഷകർക്ക് സ്വാഭാവികം. ചിലർക്കത് ഇഷ്ടല്ലേ? ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കണേ? അല്ല, ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിൽ അങ്ങനെ കണ്ടോ ബേസില് ഞാൻ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരു ബേസിൽ ഹാപ്പി ആകുന്നത് മാത്രമല്ല, ബേസിലിന്റെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനല്ല. അപ്പോൾ അതെനിക്ക് ബേസിലിന്റെ ഭയങ്കര ഇൻസ്പയറിംഗ് ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു പ്രചോദനം. ഇപ്പൊ നമ്മൾ മലയാള സിനിമ ഓഹോ ആഹാ എന്ന് പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൂടെ തന്നെ ഇരുന്നിട്ട് മലയാള സിനിമ തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചർച്ചകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ വർഷം 150 സിനിമകൾ ഇറങ്ങി, അതിൽ വെറും 10 സിനിമകളാണ് വിജയിച്ചത്. 150 സിനിമകൾ ഇറങ്ങിയിട്ട് 100 സിനിമ വിജയിച്ച ഒരു വർഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഭാഗ്യം ഉണ്ടെങ്കിലാണ് അതിൽ ലാഭം കിട്ടുക. കാരണം അത്യന്ത ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ്സാണ്. സോ ആസ് എ ബിസിനസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഓൺലി മേക്ക് സെൻസ് ടു ഡു ഇറ്റ് ഫോർ ദ ലവ് ഓഫ് ദി ആർട്ട്. അത് വളരെ ഓണസ്റ്റ് ആയിട്ട് ചെയ്താൽ, അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്താൽ അതിനൊരു റിവാർഡ് തരുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമാധാനം.